Good evening, ladies and gentlemen. This is Nash here. Welcome to Inframe Media. അവരൊക്കെ ആയിട്ടുള്ള കമ്പനി ഇപ്പോഴും തീർച്ചയായും ഹണി റോസ് ആയിട്ടും തീർച്ചയായും ഓർമ്മിക്കല്ലേ അതെന്താ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടോ? ഒന്നും കിഡ്സിന്റെ മാത്രല്ല, ഈ 90s കിഡ്സിന്റെ ഈ 2K കിഡ്സിന്റെ ഇടയിൽ കിടക്കുന്ന കുറച്ച് പേരില്ലേ, ആ, അവരുടെയും കൂടി ഒരു ഒരു ക്രഷ് എന്ന് തന്നെ പറയാം. ഈ വള്ളിക്കെട്ടുകളുടെ രാജകുമാരൻ എന്ന് പറയുന്ന ശ്രീ രാഹുൽ എന്റെ സഹോദരൻ ആ. നാഷ് വരെ പറഞ്ഞിട്ടുണ്ട് ഹണി റോസിനെ കുറിച്ച്. എന്ത് തേങ്ങ ഇത്രയും നാളെ എവിടെ ആയിരുന്നു കുറച്ചു നേരത്തെ പറഞ്ഞു ചേട്ടൻ എവിടെ ആയിരുന്നു എന്ന് പറഞ്ഞില്ല. മക്കളെ ഓക്കെ ഇപ്പൊ ചേട്ടൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ ഞങ്ങളാണ് ചേട്ടനെ ഇന്റർവ്യൂ ചെയ്യാനായിട്ട് ഇവിടെ പിടിച്ചിരുത്തിയേക്കുന്നത്. ഞങ്ങൾ ഇന്റർവ്യൂ ചെയ്യും പോലെയാണ് ഞങ്ങൾക്ക് ഫീൽ അല്ല അപ്പൊ ഞാനല്ല ഭയങ്കരമായിട്ട് ഓർമ്മ നിൽക്കുന്ന ഒരു കാര്യം ചേട്ടൻ പറഞ്ഞത് എന്തായിരിക്കുന്നത് പറയാൻ പറ്റുമോ? അല്ലല്ല, സ്ഥിരമായിട്ട് നിങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ആ അമ്മ ടി വി നോക്കിക്കൊണ്ടിരിക്കുന്നത് ടിവിയുടെ മുകളിൽ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ഇൻസ്റ്റഗ്രാം ഉണ്ട്. അന്ന് അതൊന്നുമില്ല. അപ്പൊ പലതരത്തിലുള്ള കത്തുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കില്ലേ? ഹായ്, വെൽക്കം ടു ഇൻഫ്രെയിം മീഡിയ. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് 90s കിഡ്സിന്റെ രോമാഞ്ചം ആയിരുന്ന നമ്മുടെയൊക്കെ ഫസ്റ്റ് മലയാളികളുടെ ഫസ്റ്റ് ഫ്രീക്ക് എന്ന് പറഞ്ഞാൽ അതെ, നമ്മുടെ സ്വന്തം ഡാഷേട്ടൻ. പിടിച്ചിരിച്ച് അപമാനിക്കുകയാണല്ലേ. അങ്ങനെ തോന്നിയോ? അല്ല, ഞാൻ കുറച്ച് ദിവസമായിട്ട് തന്നെ കേട്ടു 90s കിഡ്സിന്റെ മറ്റേ അതായിപ്പോയി ഇതായിപ്പോയതല്ലോ. നല്ല കാര്യം, സമാധാനമായിട്ടുള്ള കാര്യമല്ലേ. ഈ 90s കിഡ്സിന്റെ മാത്രല്ല, ഈ 90s കിഡ്സിന്റെ ഈ 2K കിഡ്സിന്റെ ഇടയിൽ കിടക്കുന്ന കുറച്ച് പേരില്ലേ, അവരുടെയും കൂടി ഒരു ക്രഷ് എന്ന് തന്നെ പറയാം. ഇപ്പൊ ഒരു രസം തോന്നുന്നുണ്ട്. എന്നിട്ട് പറയൂ, എന്താ വിശേഷം? നമുക്ക് നല്ല വിശേഷം. നിങ്ങളുടെ വിശേഷങ്ങളാണ് എനിക്ക് അറിയേണ്ടത്. നല്ല രസമുള്ള ഒരു സ്റ്റുഡിയോ, നല്ല രസമുള്ള 2 ആങ്കേഴ്സ്, നല്ല ക്രൂ മെമ്പേഴ്സ്, ഒരു പ്രഷറും ഇല്ലാത്ത ഒരു സാഹചര്യമാണെന്ന് കാണുമ്പോൾ മനസ്സിലാക്കുന്നു. ഇങ്ങനെ പോകുന്നു നിങ്ങളുടെ കാര്യങ്ങൾ, അത് പറയും. ഞങ്ങൾക്ക് ഹാപ്പി ആയിട്ട് പോകുന്നു. അടിപൊളിയായിട്ട് പോകും. പക്ഷെ നമ്മുടെ മലയാളികൾക്ക് അറിയേണ്ടത് ചേട്ടൻ ഇത്രയും നാളെ എവിടെ ആയിരുന്നു. നമ്മള് വളരെ രസകരമായിട്ടുണ്ട്. ഞാനും കാവ്യമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് വളരെ രസകരമായിട്ട് തുടങ്ങി. ഞാൻ മറ്റൊരു അതിന്റെ പേരൊക്കെ പറയാം, എന്റെ ഒരു സുഹൃത്തിന്റെ ചാനലായ ABC മലയാളത്തിൽ ഞങ്ങൾ ഇങ്ങനെ അവിടെ വെച്ച് പരിചയപ്പെട്ടു. അപ്പൊ ജസ്റ്റ് വളരെ കാഷ്വൽ ആയിട്ട് പുള്ളിക്കാർക്ക് ഒരു വീഡിയോ, ജസ്റ്റ് ഫോർ എ സ്റ്റോറി, ഒരു 9 സെക്കൻഡ് സ്റ്റോറി. ഞാൻ ഇവിടെ വെറുതെ നിൽക്കുന്നു, ബാക്കിൽ കൈ കെട്ടിയിട്ട് മോള് വന്നാൽ എന്നെ ചോദിക്കുന്നു, ചേട്ടാ ഇത്രയും കാലം എവിടെയായിരുന്നു, ഇതാരാന്ന് മനസ്സിലായി, ഇത്രയും കാലം എവിടെയായിരുന്നു, ഇത്ര ചോദിച്ചുള്ളൂ. അപ്പം ഞാൻ ഇങ്ങനെ സൈഡിൽ കുറച്ച് ലുക്ക് വേറെ പഴയ ആ ഒരു ലുക്കിലാണ് ഞാൻ വന്നത്. പറഞ്ഞു ഇങ്ങനെ ഞാൻ ഇവിടെ ഒക്കെ തന്നെ ഉണ്ടായിരുന്നു, നിങ്ങൾ കണ്ടില്ല. ജസ്റ്റ് എ സിമ്പിൾ തിങ്. ഞാൻ പറഞ്ഞിട്ട് വിട്ടു കേട്ടോ. പുള്ളിയുടെ പുരാതന കാലത്ത് നമ്മൾ മറ്റേ ഓലകളിലൊക്കെ കാണുന്ന രീതിയിൽ ഉണ്ടാകുന്ന ഒരു ഫോണായിരുന്നു ആ സമയത്ത് കയ്യിലുണ്ടായിരുന്നു. അതിൽ വെച്ചെടുത്തൊരു വീഡിയോ ആയിരുന്നു. അപ്പൊ ഇതൊന്നും ഞാൻ കാണുന്നില്ല, പാവം കൊച്ചൊന്നും നമ്മള് അതല്ലല്ലോ. അപ്പൊ ഇത് കുറച്ച് കഴിഞ്ഞിട്ട് തന്നെ കൊലാബ് കേട്ടോ. ഞാൻ നോക്കി അതിനെന്താ കാര്യമൊന്നുമില്ല, വെറുതെ ചുമ്മാന്ന്. അതായത് മുഖമൊക്കെ ഇങ്ങനെ ക്രൂവിന് കാണാൻ മനസ്സിലായി, ഇങ്ങനെ കത്തി നിൽക്കുന്ന ഒരു സാധനം കിട്ടും, വെറുതെ ഉണ്ടായിരുന്ന ഒരു സാധനം. അതിട്ട് ഇതെന്താ സംഭവിക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് വിട്ടായതാണ്, നാട്ടുകാർക്ക് മൊത്തം സീൻ കേട്ടോ. ഞാൻ നോക്കിയപ്പോ ഇതിങ്ങനെ റീച്ച് ഇങ്ങനെ പീപ്പിൾ സ്റ്റാർട്ട് റിക്കഗ്നൈസിങ് ആൻഡ് പീപ്പിൾ സ്റ്റാർട്ട് വാച്ചിങ് ഇറ്റ് ഫോർ നോ റീസൺ. ഐ ഡോണ്ട് നോ ഫോർ വാട്ട് റീസൺ, വാട്ട് ഈസ് ഹാപ്പനിങ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ എന്റെ കൂട്ടുകാരന്മാരൊക്കെ നല്ല സുഹൃത്തുക്കളായതുകൊണ്ട് നല്ല പ്രോത്സാഹനമാണ് മനസ്സിൽ നിന്ന് തന്നുകൊണ്ടിരിക്കുന്നത്. എടാ ഇപ്പൊ മനസ്സിലായില്ലേ, ഇതൊക്കെ ഇത്രയേ ഉള്ളൂ, നിനക്ക് വരെ എന്നുള്ള രീതിയിലൊക്കെയാണ് അവര്. അങ്ങനെ ഞാൻ നോക്കിയപ്പോ like 1K 2K 3K പറയട്ടെ 50K പറഞ്ഞു വല്ലപ്പോഴും ഒക്കെ സംഭവിക്കുന്നത്. പറയട്ടോ, അതിന് സുഖണ്ടേ. 50K 100K 1 million 2 million 2.3 What the fuck? ഞാൻ കുറച്ചു നേരത്തെ 2.3 million എന്തോ സംഭവിക്കണം, എനിക്ക് മനസ്സിലാകുന്നില്ല പരിപാടി. അങ്ങനെയാണ് ഞാനും പുള്ളിക്കാരത്തിയായിട്ട് ഫ്രണ്ട്സ് ആകുന്നത്. പിന്നെ മനസ്സിലാക്കുന്നു ഇദ്ദേഹം വലിയൊരു കലാകാരിയാണെന്നും നാട്ടുകാരെ ഒത്തിരി ചിരിപ്പിക്കാറുണ്ടെന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്കിങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ ഇങ്ങനെ ഒരു പരിപാടി നമുക്കൊന്ന് ഐശ്വര്യമായിട്ട് ഗണപതിക്ക് വെച്ചിട്ട് വേണമല്ലോ തുടങ്ങാനെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, എന്തുകൊണ്ടും ഗണപതിയാകാൻ പറ്റിയ ഒരാൾ ഞാൻ തന്നെയാണ്. ഞാൻ വെച്ചു ഓക്കെ, സസന്തോഷം ഞാൻ സ്വീകരിച്ചു. ഓക്കെ, ആൻഡ് യെസ്, ഹിയർ ഐ ആം ടു മീറ്റ് യു ബോത്ത്, കാവ്യ ആൻഡ് ശ്രീപ്രിയ.
ഓക്കെ, താങ്കളെ കുറിച്ച് പറയും. താങ്കൾ എങ്ങനെ ഈ ഒരു ഇതിലേക്ക് എത്തി? കാവ്യയുടെ എനിക്കറിയാം താങ്കളുടെ ഒരു കലാകാരി എന്നുള്ള കാര്യം. ഓക്കെ, ഞാൻ നേരത്തെ RJ ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. ശരി. ഞാൻ കോട്ടയത്തായിരുന്നു. അവിടുന്ന് പിന്നെ ഞാൻ ഒരു സാറ്റലൈറ്റ് ചാനലിൽ കയറി, അവിടെ ന്യൂസ് റീഡർ, അവിടെ നേരത്തെ ഇപ്പൊ ഇവിടെ എത്തിയിരിക്കുന്നു. ഈ നിങ്ങളുടെ ചാനലിൽ കൂടുതലും ചെയ്യുന്നത് രാഷ്ട്രീയപരമായി സോഷ്യൽ പരമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ പറഞ്ഞത്. അത് ചെയ്യാനാണോ നിങ്ങൾക്ക് ഇഷ്ടം? അല്ല, അല്ല. നമുക്ക് ഇങ്ങനെ അടിച്ചു പൊളിച്ച് എന്റർടൈൻമെന്റ് ആയിട്ടൊക്കെ പോകണം. അതാണ് കാരണം. ഇവിടെ ആയിട്ട് ഈ കളറുമായിട്ട് ബന്ധമില്ലാത്ത നിങ്ങൾ മാത്രമല്ല, ഞാൻ ഉൾപ്പെടെ അറിയാതെ ആണെങ്കിൽ പോലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇട്ടുണ്ടാവുന്നത് അതുമായിട്ട് ഒരു കളറുമായിട്ട് ബന്ധമില്ലാത്തതാണ്. അപ്പൊ എന്റർടൈൻ പരമായിട്ട് രാഷ്ട്രീയത്തിലൊന്നും നടക്കുന്നില്ല ഇപ്പൊ. നടക്കുന്നില്ല. നമ്മൾ ആ സെക്ഷനെ നോക്കാറില്ല. ഇല്ല, അത് നമ്മുടെ പരിപാടി അല്ല. ശരി, ഇനി എന്നോട് എത്രയും നാളെ എവിടെ ആയിരുന്നു? ഇതല്ലേ കുറച്ചു നേരത്തെ പറഞ്ഞത്. ചേട്ടൻ എവിടെ ആയിരുന്നു എന്ന് പറഞ്ഞില്ല മക്കളെ. ഓക്കെ, ആഫ്റ്റർ Surya got wind up at Kiran got wind up at 9-10 or something. 9-10 ആണെന്ന് തോന്നുന്നു. ആ സമയത്താണ് വൈൻഡ് ചെയ്തത്. വൈൻഡ് ചെയ്ത് ഇൻ ദ സെൻസ് ട്രിവാൻഡ്രത്ത് നിന്നും വൈൻഡ് ചെയ്ത് കൊച്ചിയിലേക്ക് വരികയാണ്. അതിന്റെ പേര് മാറ്റി മ്യൂസിക് ആക്കാൻ അങ്ങനെ എന്തൊക്കെ കുറച്ച് പരിപാടി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ട്രിവാൻഡ്രത്ത് നിന്ന് മാറിയ സമയം കൊണ്ടായതുകൊണ്ട് തന്നെ പഴയതുപോലെ ലൈവ് എന്നുള്ള സാധനം എനിക്ക് സ്ഥിരമായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെയും അതിന്റെ ഒരു കൾച്ചർ ഇങ്ങനെ മാറി ഡിജിറ്റലൈസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു അതാണ് CD പ്ലെയറും കാസറ്റ് പ്ലെയറും റെക്കോർഡ്സും ഉൾപ്പെടെ. റെക്കോർഡ്സും കണ്ടിട്ടുണ്ട്, ഭാഗ്യത്തിന് റെക്കോർഡ്സും ഞാൻ പ്ലേ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും എവിടെയെങ്കിലൊക്കെ പോയാൽ പഴയ വീടുകളിലൊക്കെ പോയി ഇപ്പോഴും റെക്കോർഡ്സ് പ്ലേ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് കൃത്യമായിട്ട് അത് പ്ലേ ചെയ്ത് അതിന്റെ പാട്ട് ഇങ്ങനെയാണ് എന്ന് ആസ്വദിക്കാൻ പറ്റിയ ജനറേഷൻ ആണ് എൻ്റെ. ഐ എം വെരി ഗ്ലാഡ് ടു സേ ദാറ്റ്. വെറുതെ ഇതൊക്കെ ആലോചിക്കാൻ പോലും പറ്റില്ല കേട്ടോ നിങ്ങൾക്ക്. അതാണ്. അതിനെയൊക്കെ ഓവർകം ചെയ്ത് കൊറോണ വരെ കണ്ടു, കോവിഡ് ഉൾപ്പെടെ കണ്ടിട്ടുള്ള ജനറേഷൻ എന്നൊക്കെ പറയുമ്പോൾ രസമാണ്. അപ്പൊ ഇതിന്റെ ഇടയിൽ എവിടെ പോയി എന്ന് ചോദിച്ചാൽ മോളെ, കുറച്ചു കാലം വിദേശ പര്യടനത്തിനായി എന്താ സംഭവിക്കണമെന്ന് അറിയാൻ വേണ്ടി പുറത്തേക്ക് പോയി. നാട്ടുകളിൽ 1-2 പ്രാവശ്യം കറങ്ങിയപ്പോൾ മനസ്സിലായി അവിടെ ലവലാദികളാണ് കൂടുതലുള്ളത്. മെജോറിറ്റി എന്നാ ഞാൻ പറയാം, എല്ലാവരുമാണ് ഞാൻ ഒരിക്കലും പറയില്ല, മെജോറിറ്റിയും ഉള്ളത് അങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാക്കി. അപ്പൊ പിന്നെ അതിന്റെ ഒരു സാധനം നമുക്ക് കാര്യം നമ്മളല്ലാതായി വേറെ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറായി പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നു. അതിലൊരു രസം ഉണ്ടാകുന്നില്ല തോന്നി. അതൊക്കെ തന്നെയായിരുന്നു അതിന്റെ സാധനം. പിന്നെ ഈ മാറുന്ന സാഹചര്യത്തില് അപ്ഡേറ്റ്സ് കുറച്ച് വൈകിപ്പോയി, കുറച്ച് ഓൾഡ് സ്കൂൾ ആയി പോയത് കൊണ്ട് ഇൻസ്റ്റാഗ്രാം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊക്കെ തന്നെ പഠിപ്പിച്ച് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമായി തന്നെ ആയതുകൊണ്ടാണ് കേട്ടോ, ഞാൻ വെറുതെ പറയുന്നല്ല. സോ ഐ വാസ് ഇൻ ദ ഫാൻ ഓഫ് എന്തുകൊണ്ടാണ് ഇത്രയും the number of views is what matters and the likes is what matters and see I know you know me, I know he know me, so that is what matters. See നമ്മുടെ അല്ലെങ്കിൽ എൻ്റെ ആ ഒരു കാറ്റഗറി ഫ്രണ്ട്സ് എന്ന് പറയുന്നത് നമ്മളാരും അങ്ങനെ ഫാൻ ഫോളോയിങ് എന്ന് പറഞ്ഞ ഒരു സാധനത്തിന് അങ്ങനെ ഇങ്ങനെ തന്നെയാണ്. ഇപ്പൊ ക്യാമറ ഇല്ലെങ്കിലും ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഇങ്ങനെ തന്നെ, നമുക്കറിയാം എപ്പോഴും ഇങ്ങനെയാണല്ലോ. സോ ദാറ്റ് ഡസന്റ് മാറ്റർ. അപ്പം അതിനൊരു ഫാൻ ഫോളോയിങ് ആയിട്ട് കണ്ടുകൊണ്ട് രീതിയിലുള്ള ഒരു ഫ്ലാഷി സെലബ്സ് അല്ലായിരുന്നു നമ്മളാരും. അതുകൊണ്ടായിരിക്കും നിങ്ങൾക്കൊക്കെ ഇപ്പോഴും നമ്മളെയൊക്കെ ഓർമ്മയുള്ളതും ഇഷ്ടമായിട്ടുള്ളതും. എന്നാൽ അതിൽ നിന്നും ആ ഒരു ഗ്രിപ്പ് ഇടയ്ക്ക് മാറിപ്പോയി. ഞാൻ പറഞ്ഞില്ലേ, ഇതേപോലെ ഒന്ന് കുറച്ചെവിടെയൊക്കെ ഒന്ന് ഡൗൺ ആയിപ്പോയി, കുറച്ച് ബാക്കി പല കാര്യം. പിന്നെ ജീവിതമാകുന്ന ആ മണനാരണ്യത്തിൽ കുറച്ചധികം അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു തിരിയേണ്ടി വരുന്ന കുറെ കാര്യങ്ങളൊക്കെ ആയിട്ട്. എന്തായിരുന്നു പ്രൊഫഷൻ അതൊരു ഭയങ്കര പരിപാടിയാണ്. ഇതല്ലാതെ വേറെ ഒരു പണി എനിക്കറിയില്ല. ഈ പരിപാടി അത് ശരിക്കും എന്തെങ്കിലും അറിയാമോ, എന്തായിരുന്നു എന്ന് ചോദിച്ചെല്ലാം പറയാൻ ഇതല്ലേ ഉള്ളൂ. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പുറത്ത് പോയി ചെയ്തത് there was something called low voltage solutions. എന്തെങ്കിലും മനസ്സിലായോ? ഇത് തന്നെയായിരുന്നു എന്റെ അവസ്ഥ. അവിടെ ചെല്ലുന്നവരെ എന്നെ പിടിച്ച് CEO ഒക്കെ ആക്കി എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു. അതുപോലെ ഈ നമ്മുടെ ഈ എന്താ പറയാ അതിനെ, നമ്മുടെ ഈ ലെൻസിന്റെ നമ്മുടെ ഈ ബയോമെട്രിക് ഒക്കെ ലിഫ്റ്റിനുള്ളിലുള്ള നമ്മുടെ എന്താ പറയാ വയർലെസ് സെക്യൂരിറ്റി സിസ്റ്റംസ്, അത് ഇത് അങ്ങനെ വയറിങ്ങിന്റെ കാര്യങ്ങളൊക്കെ അതൊക്കെ ഉണ്ടായിരുന്ന ഒരു കമ്പനിയുടെ CEO ആയിരുന്നു ഞാൻ. അപ്പൊ വലിയ കാര്യങ്ങളൊക്കെ തന്നെ, അതൊന്നും ഇല്ലാതൊന്നും അല്ലല്ലോ. പക്ഷെ അവിടെ പിടിച്ച് നമുക്ക് ഇപ്പൊ ചിലപ്പം നിങ്ങൾ യൂട്യൂബിലോ ബാക്കിയുള്ള താഴെ അട്ടയെ പിടിച്ച് മറ്റേ കിടത്തി അതുപോലെ സാധനം ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. അത് അങ്ങനെയല്ല, അങ്ങനല്ലല്ലോ. പിന്നെ അതിനൊരു ഹാബിറ്റായിട്ട് വേണ്ടത്. അതേ പിടിച്ച് മറ്റേ കിടത്താൻ പറ്റാത്തത് പുള്ളിയുടെ ഹാബിറ്റാറ്റിനെ പിടിച്ച് മാറ്റി അവിടെ എത്തുന്നതുകൊണ്ടാണ്. പുള്ളിക്ക് ചെയ്യാനുള്ള പർപ്പസ് അവിടെ നടക്കാത്തതുകൊണ്ടാണ് ഞാൻ വിചാരിക്കും അല്ലേ. പിന്നെ എന്തോ സാഹചര്യങ്ങൾ എന്തുകൊണ്ടാണെന്തോ നല്ല സുഹൃത്തുക്കളുടെയൊക്കെ സന്തോഷമൊക്കെ കാരണം അങ്ങനെയൊക്കെ പോയി. അപ്പൊ സംഭവം മനസ്സിലായി, ഇതാണ് ദൈവമേ പരിപാടി, അപ്പുറത്തേക്ക് നടക്കണം, അത് വേണ്ട നാട്ടിൽ പോവാം, നാടാണ് ഓക്കെ. എന്ത് തിരിച്ചു വന്നു.
തിരിച്ചു വന്നിട്ട് കുറച്ച് അല്ലറ ചില്ലറ പരിപാടികൾ, പ്രൊമോഷൻസ്, ഇതുമായി ബന്ധപ്പെട്ട ചുറ്റുമുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ്. ഗ്രാൻഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനുള്ള ഒരു സ്പേസ് ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം പണ്ടുണ്ടായിരുന്ന ആ ടെലിവിഷന്റെ ആ ഒരു ഇറക്കം മാറി. അമ്മമാരുൾപ്പെടെ സീരിയൽ ഫോണിലാകണം. ലൈവ് എന്ന് പറഞ്ഞ കൾച്ചർ അല്ലെങ്കിൽ വിജയിങ് എന്ന് പറഞ്ഞ ആ ഒരു കൾച്ചറൽ ആ ഒരു സാധനമേ അങ്ങ് മാറി. Now everyone who is having a thing or who is having കുറച്ചൊരു വിഷൻ അബൌട്ട് എ മ്യൂസിക് or ഏതെങ്കിലും ഒന്നിനെ കുറിച്ച് ചെറിയ റിസർച്ച് നടത്തിയ ആൾക്കാർ, they all are VJs. Anybody who is joking in front of in a video is a VJ nowadays. അപ്പം that is how it is. അപ്പൊ ഇതിന്റെ ഇടയിൽ ഞാൻ വന്നിട്ട് ഇതെന്ത് പരിപാടി നമുക്ക് മനസ്സിലാവില്ല. കഴിഞ്ഞ ദിവസം ഞാൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ഷോയ്ക്ക് പോയി. ഒരു ചാനലിന്റെ പേരൊക്കെ പറയാമോ? അമൃത ടിവിക്ക് വേണ്ടി ഒരു ഭയങ്കര കോമഡി മാസ്റ്റേഴ്സിലേക്ക് പോയി. അലീന ആയിരുന്നു ഞങ്ങൾ വിളിച്ചത്, എന്റെ ജൂനിയർ കൊച്ചായിരുന്നു. അപ്പൊ മോള് ഒരു ദിവസം എന്റെ വിളിച്ചിരുന്നു, ചേട്ടാ എവിടെയാണ്, എന്താ പരിപാടി? ചേട്ടാ ഇങ്ങനെ ഒരു സാധനമാണ്, വരാൻ പറ്റുമോ? എന്താ വിളിച്ചല്ലേ? പോവല്ലോ, വയനാട്. അമൃതമായിട്ട് നമുക്ക് പഴയ നല്ല സുഹൃത്തുക്കളാണ്, അവിടെയുള്ള കുറേ ചേട്ടന്മാരെ നമുക്കറിയാം, സീനിയേഴ്സ്. അപ്പോ അവിടെ എനിക്ക് പറയാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം. വെരി ഗുഡ്, നല്ലൊരു ടോപ്പിക്കാണ്. നിങ്ങളിപ്പോ വന്നപ്പോൾ മോൾ എനിക്ക് കാണിച്ചു തന്നു, അകത്ത് ഗ്രീൻ മാറ്റിനെ കുറിച്ച് പറഞ്ഞു. ഈ ഗ്രീൻ മാറ്റിന് മുമ്പേ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അത് ചില സ്ഥലങ്ങളിൽ കിട്ടുകയല്ലായിരുന്നു. ബേസിക്കലി വൈ ഈസ് ഗ്രീൻ മാറ്റ്? എന്തിനാണ് ഗ്രീൻ മാറ്റ് വെക്കുന്നത്? നമ്മുടെ ഗ്രാഫിക്സ് സാധനങ്ങൾ, എനിത്തിങ് വിച്ച് ഇസ് ഗ്രീൻ ക്യാൻ ബി യൂസ്ഡ് എന്നുള്ളതാണ് അതിന്റെ പരിപാടി. അപ്പൊ പല സ്ഥലങ്ങളിലും അത്രയും അറിയാവുന്ന സുഹൃത്തുക്കൾക്ക് അത് മനസ്സിലാവും. പച്ച കളർ ഫ്ലക്സ് വെച്ച് നമ്മൾ മാറ്റി മാറ്റി പരിപാടി എടുത്തത്. നിങ്ങൾ കണ്ടിട്ടുള്ള സാധനങ്ങളിൽ പലതും, ഞാൻ നിൽക്കുന്നതായാലും നിങ്ങൾ ഈ പറയുന്ന വലിയ വലിയ പേരുകൾ നിൽക്കുന്നതായാലും, അന്ന് നിങ്ങൾ അത് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെ ഫ്ലക്സ് മാത്രമാണെന്നല്ല ഞാൻ പറയുന്നത്, നോട്ട് ഓൺലി ഗ്രീൻ മാറ്റ് എന്നാണ് ഞാൻ പറയുന്നത്. മനസ്സിലല്ല, അങ്ങനെയും ചെയ്ത് വന്നിട്ട് അതൊക്കെയാണ് നമ്മൾ ചെയ്ത്, അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇങ്ങനെ ഒരു പരിപാടിയിലൊക്കെ വന്ന് നിങ്ങളോടൊക്കെ സംസാരിക്കാൻ കഴിയുന്നത്. അതിൽ നിന്നും ഞാൻ ഇതിന്റെ ഇടയിൽ 1-2 സാധനങ്ങൾ ചെയ്തു. അപ്പൊ ജസ്റ്റ് വീഡിയോ കോൾ കാര്യങ്ങളൊക്കെ ചെയ്തു. ഇപ്പം ഈ ഒരു സാധനം കണ്ടപ്പോൾ ഇറ്റ് വാസ് ലൈക്ക് മാസിവ്. എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് എല്ലാവരുടെ അകത്ത് പെട്ടെന്ന് ഒരു ദിവസം രാവിലെ കണ്ണു തുറന്ന് നോക്കി ഇൻട്രസ്റ്റ് എല്ലാവരുടെ എന്ന് പറഞ്ഞാല് ഒരു 100 feet വലിയ വീഡിയോ വാൾ, കർവ്ഡ് വീഡിയോ വാൾ, 18K റെസൊല്യൂഷൻ. 18K ഒക്കെ റെസൊല്യൂഷൻ ഒക്കെ ഇറങ്ങി തുടങ്ങിയോ? അത് ശരി, അങ്ങനെയൊക്കെ സാധനങ്ങൾ ഇറങ്ങി തുടങ്ങി. അപ്പം അത്രയും ടെക്നോളജി അത്രയും യുനോ അപ്ഡേറ്റഡ് ആയി. പീപ്പിൾ ആർ സോ ഈസിലി വർക്കിംഗ്. മൈക്കിന്റെ പ്രശ്നമില്ല, അത് മൈക്ക് ഇസ് സോ ഈസി. നമുക്ക് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എന്റെ പൊന്നുമോളെ പിന്നു കുത്തി വെച്ചിട്ടുണ്ട്. ലേപ്പൽ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, പണ്ട് വയർലെസ്, ഐ മീൻ വയറുള്ള ലേപ്പിളായിരുന്നു, കോഡ്ലെസ് അല്ലായിരുന്നു. അപ്പൊ അതിന് മറ്റേ ആനക്കൊണ്ട പോലത്തെ ഒരു 150 വയർ ഇങ്ങനെ കാണും. അതിന്റെ ഇടയിൽ കൂടെ ഒരു ഇത് മാത്രം ഒരു സ്നാപ്പ് ഇങ്ങനെ വെച്ചിരിക്കും. അപ്പൊ അതിൽ ചിലതിൽ പിന്നുണ്ട്, ചിലതിൽ പിന്നില്ല. അതാണ് ഈ ലൈവിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നത്, എന്തൊക്കെ സംഭവിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് ഞാൻ വന്ന് നോക്കുമ്പോ കഴിഞ്ഞു പരിപാടി. സോ ദാറ്റ് വാസ് സോ ഫണി. അപ്പൊ അതൊക്കെ കണ്ടുവന്നപ്പോ നല്ല രസമുണ്ട്. പിന്നെ ഈ ഡിജിറ്റലിൽ എനിക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടത്, എല്ലാവരുടെ ഉള്ളിലൊരു കലാകാരനുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു ജനവിഭാഗത്തിൽപ്പെട്ട ആളാണ് ഞാൻ എന്ന് വയ്ക്കാം. അപ്പൊ അത് പലയിടത്തും നമുക്ക് കാണിക്കാൻ പറ്റാത്തത് ചിലപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ ഷൈ ആയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ, അല്ലെങ്കിൽ അതിനുള്ള പ്ലാറ്റ്ഫോം കിട്ടാത്തതുകൊണ്ടായിരിക്കാം. ഇതെല്ലാം കൂടെ ചേർത്താണ് അംബാനി 1 രൂപയ്ക്ക് സാധനം ഇറക്കി കൊടുത്തത് അല്ലേ? മൊബൈൽ എന്ന് പറഞ്ഞ ആ ഒരു സാധനം വന്നതിന് ശേഷം എന്തോ ഇപ്പം എനിക്കറിയത്തില്ല, മാത്സ് ഒക്കെ പഠിച്ചോണ്ടത് ഇത് ഗൂഗിളുണ്ട്, എന്തിനാണ് മാത്സ്? ഇപ്പം എവറിത്തിങ് ഇസ് ദേർ ഇൻ ദ ഫോൺ മാൻ, യു നെയിം ഇറ്റ് യു ഗെറ്റ് ഇറ്റ്. ഇപ്പൊ നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് അങ്ങനെ ആയിരുന്നു, അതിന്റെ പേര് കിട്ടില്ല. പണ്ട് നമ്മൾ എന്ത് ചെയ്യായിരുന്നു, ഒരു മൂവിയുടെ പേര് ഞാൻ ഒക്കെ പറയുന്നത്, മൂവിയുടെ അല്ലെങ്കിൽ പാട്ടിന്റെ ഒക്കെ കാര്യം ഓർക്കണമെങ്കിൽ അത് എങ്ങനെയെങ്കിലും അത് ഓർക്കാം. കാരണം അതിനകത്ത് എന്തെങ്കിലും ഒരു കണക്ഷൻ നമുക്കറിയാം, അത് സെർച്ച് ചെയ്താൽ കിട്ടുമെന്നറിയാം. ഒന്നെങ്കിൽ അതിൽ വർക്ക് ചെയ്ത ഒരാള്, അല്ലെങ്കിൽ ആ സിനിമയിൽ ഒരു സീൻ, അപ്പൊ അവരുമായിട്ട് കണക്ട് ചെയ്ത് പോകാനൊക്കെ നമുക്ക് പറ്റും. ദാറ്റ് ഹാസ് ബീൻ മോർ ഈസി. പക്ഷെ നമ്മളെന്താ മറ്റേതിനെ ഫോക്കസ് ചെയ്ത് അതെങ്ങനെയും കണ്ടുപിടിക്കുന്നത്, രാത്രി ഉറക്കമില്ലാതെ ശരിക്കും ഒരു ഭ്രാന്തനെ പോലെ ഞാൻ അലഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ഓവറാക്കിയപ്പോ കൂട്ടുകാരന്മാർ പറഞ്ഞിട്ട് എന്താ പ്രശ്നം എന്താ, എനിക്കറിയാം അത് കിട്ടുന്നില്ല. നമ്മുടെ 2025-26 കാലഘട്ടത്താണ് ഇത്രയും ഈ തല ഇതാക്കേണ്ട കാര്യമില്ല. ബാക്കി ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ തലയിൽ കയറുന്നത് കൊണ്ട് ഇങ്ങനത്തെ ചില കാര്യങ്ങൾ വിട്ടുപോകുന്നതാണ്. അതൊരു വലിയ രോഗമാണെന്നോ
എനിക്കൊരു മാറാരോഗ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് തന്മാത്ര എല്ലാവരും മോഹൻലാൽ ആവണം എട്ട് കുത്തറ ഇറക്കാന്ന് പറഞ്ഞപ്പോ അജി ഇത്ര ഉണ്ടായിരുന്നല്ലോ 2 മിനിറ്റ് തീർന്ന പരിപാടി ഉണ്ടായിരുന്നില്ലേ. പക്ഷെ സം പീപ്പിൾ ലൈക്ക് ആസ് അല്ലെങ്കിൽ എന്നെ പോലെ അങ്ങനെ ചില അതിന് ADHD എന്നൊക്കെ ചില ആൾക്കാർ പറയുന്നുണ്ടായിരിക്കും. എനിക്ക് അറിയത്തില്ല അത് എന്താണെന്ന്. ഇതിപ്പോ എല്ലാവരും അങ്ങനെയൊക്കെ ആണെന്നൊക്കെ പറയും, കണ്ടുപിടിച്ച് വരുന്നുണ്ടല്ലോ അല്ലേ. അപ്പൊ എനിക്കിപ്പോഴും GPS ഇപ്പം ആദ്യമായിട്ട് ഒരു സ്ഥലത്ത് പോകണം എന്നുണ്ടെങ്കിൽ ഓക്കെ, ആ ഒരു വഴി മനസ്സിലാക്കാൻ വേണ്ടി GPS ഒന്ന് ഒരു പ്രാവശ്യത്തേക്ക് ഓക്കെയാണ്. രണ്ടാമത് വരാൻ ഞാനത് യൂസ് ചെയ്യാറില്ല. കാരണം ഞാൻ പോകുന്ന വഴി എന്തെങ്കിലും മരം നോക്കി വെച്ചിരിക്കും, ഒരു കാക്കയെ നോക്കി വെച്ചിരിക്കും, വാഴ നോക്കി വെച്ചിരിക്കും എന്ന് പറയുന്നതിന് എന്തെങ്കിലുമൊക്കെ നോക്കി വെച്ചിരിക്കും. അങ്ങനെ കണ്ടുപിടിക്കുന്ന രീതിയിൽ ഞാൻ എന്റെ ബ്രെയിനിൽ ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ ന്യൂ ജെൻസീസ് അതൊക്കെ ചെയ്യുന്നുണ്ടോ? ജെൻസീസ് ഞാൻ കഴിഞ്ഞ ഒത്തിരി ജെൻസീസിനോട് ചോദിച്ചതാണ്, മക്കളെ ഒരു ദിവസമെങ്കിലും ഡിജിറ്റൽ ലോകത്ത് നിന്നും അതിൽ നിന്നും മാറി നിൽക്കാൻ പറ്റുമോ? ഡിജിറ്റൽ ഡീടോക്സ് എന്നൊരു പരിപാടി ചെയ്യാൻ പറ്റും? പറ്റില്ല. നോട്ട് ഈവൻ എ സിംഗിൾ ഡേ എന്ന് പറയുന്നത്. നമ്മളൊക്കെ ഇപ്പം അറിയാമല്ലോ, 3 മാസം ഒരിക്കലെങ്കിലും ഇനി ഡിജിറ്റൽ ഡീടോക്സ് ചെയ്യണം, ഇല്ലെങ്കിൽ പറ്റില്ല. തീർച്ചയായിട്ടും ചെയ്യാറുണ്ട്. നമ്മളത് ഇൻസൈൻ ആയി പോകും. നമുക്ക് അതിനകത്ത് ബാലൻസ് കിട്ടത്തില്ല. കാരണം ഇതൊരു റിയാലിറ്റിയാണ്, ഇവിടെ നടക്കുന്ന ഒരു റിയാലിറ്റിയാണ്. ഇതുണ്ടെങ്കിൽ നമുക്കൊരു ലിവിങ് ഉള്ളൂ. വാട്ട് ദ സൊസൈറ്റീസ്, ഇങ്ങനെയാണ് നമുക്ക് ജീവിക്കേണ്ടത്. പക്ഷെ ഇപ്പുറത്ത് വേറൊരു സാധനമുണ്ട് വിച്ച് ഈസ് ദാറ്റ് ക്ലോസ് ടു അസ്. അതും പോയി ഒന്ന് കണ്ടു കഴിയുമ്പോൾ ഓക്കെ, ഇത് ഇത്രയും കഷ്ടപ്പെടുന്നത് നോ പെയിൻ നോ ഗെയിൻ, ഇത്രയും കഷ്ടപ്പെടുന്നത് 2 ദിവസം ഒരാഴ്ച സമാധാനം. ഇപ്പോൾ എവിടെയെങ്കിലും ഇപ്പോൾ കാട്ടിനകത്തിരുന്ന് മലമുകളിലൊക്കെ ചെന്ന് നെറ്റ്വർക്ക് ഇല്ലാത്ത സ്ഥലത്ത് പോയി ഒരു പ്രശ്നമില്ലല്ലോ. അപ്പൊ പിന്നെ അതൊരു ഭയങ്കര രസമുള്ള ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയിരുന്നത്. ഫോട്ടോ ഒക്കെ എടുക്കും, കുഴപ്പമില്ല. അത് പുറത്തോട്ട് കാണിക്കുമ്പോഴാണല്ലോ അത് സ്റ്റോറി ആവുന്നത്. നെറ്റ്വർക്ക് ഉണ്ടില്ലെങ്കിലല്ല അതിന്റെ കാര്യം. അപ്പൊ അത് ഞാൻ ചെയ്യാറുണ്ട് മക്കൾ. അത് ദാറ്റ് ഈസ് സംതിങ് വിച്ച് ഐ ഓൾവേസ് സേ. എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യണം എന്ന് പറയുന്നത് പോലെ തന്നെ മാസത്തിൽ ഒരിക്കലെങ്കിലും മൊബൈലിൽ നിന്നും ഈ മൊത്തത്തിലുള്ള ഡിജിറ്റൽ വേൾഡിൽ നിന്നും ഡീടോക്സ് ചെയ്യുന്നത് ഒരു ഭയങ്കര ഒരു നല്ല സംഭവമായിരിക്കും എന്നാണ് എന്റെ അഭിപ്രായം. എന്താ പറയുക? നല്ല അഭിപ്രായം തന്നെ. ഇപ്പൊ ചേട്ടൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ ഞങ്ങളാണ് ചേട്ടനെ ഇന്റർവ്യൂ ചെയ്യാനായിട്ട് ഇവിടെ പിടിച്ചിരുത്തിയേക്കുന്നത്. ഞങ്ങൾ ഇന്റർവ്യൂ ചെയ്യുമ്പോലെയാണ് ഞങ്ങൾക്ക് ഫീൽ. ഞാനിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക, ചേട്ടൻ ഇപ്പൊ ടിവിയിൽ ഇരുന്ന് നമ്മളിപ്പോ ഒരു VJ ആവുമ്പോ നോൺ സ്റ്റോപ്പ് ആയിട്ട് സംസാരിച്ചോണ്ടിരിക്കുകയാണല്ലോ. അതൊക്കെ ഇവിടെ ചെയ്യുമ്പോ ഞാൻ വിഷ്വലൈസ് ചെയ്യാണ് എന്താണ് എങ്ങനെയാണ്. അതെ, ഇപ്പൊ ഞാന് റേഡിയോയില് ലൈവ് ചെയ്തോണ്ട ടൈമില് ഞാനിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക, ഇത് തന്നെ ഞാൻ അവിടെ ചെയ്തോണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അതായത് എന്തോരം ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക, ഞാനിങ്ങനെ അലിഞ്ഞു പോവാണ് ചേട്ടൻ സംസാരിച്ചോണ്ടിരിക്കുമ്പോ. അതെ അതെ, ആ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് നമ്മൾ പിടിച്ചിരിക്കുന്നത്. സംസാരിക്കുമ്പോൾ രസകരമായത് പറയുന്നതിൽ പോയിന്റ് ഉണ്ടോ ഇല്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. രസകരമായത് പ്രസന്റ് ചെയ്യാന്നുള്ളതാണ്. കേട്ടിരിക്കാനൊരു ഓക്കെ, കൊള്ളാം, എന്തോ ഒരു കാര്യമുണ്ട്. ഈ കേട്ടിരിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാ ചേട്ടന്റെ ആ ഒരു പ്രോഗ്രാമില് പലർക്കും ഭയങ്കരമായിട്ട് ഓർമ്മ നിൽക്കുന്ന ഒരു കാര്യം ചേട്ടൻ പറഞ്ഞത് എന്തായിരിക്കും പറയാൻ പറ്റുമോ? അല്ലല്ല, സ്ഥിരമായിട്ട് നിങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്. വന്നാലും എനിക്ക് അത് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ദിസ് ഇസ് നോട്ട് റോക്കറ്റ് സയൻസ് മാൻ. ഇല്ലേ, ഇതിപ്പോ ഏതൊരാൾക്കും മനസ്സിലാവും. ഒരു ഫോണും കൊണ്ട് ഒരു സ്പീക്കറിനടുത്തോട്ട് കുറന്ന് അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ മൊബൈലിൽ ഫോൺ വരുമ്പോൾ സ്പീക്കറിൽ ആ സൗണ്ട് വന്നുകൊണ്ടിരുന്ന സമയത്താണ് നമ്മൾ ഈ പറഞ്ഞോണ്ടിരിക്കുന്നത്. ദിസ് ഇസ് നോട്ട് റോക്കറ്റ് സയൻസ്. ആ ടിവിയുടെ ബോഡി ഒന്ന് കുറയ്ക്കാവോ? എന്നിട്ട് അവിടെ അങ്ങനെ ഒരു സാധനമുണ്ട്. അത് രസകരമായ. പിന്നെ ഒരു സാധനം കഴിഞ്ഞ ദിവസം ഏതാണ്ട് ഒരു പയ്യനെങ്ങാണ്ട് എന്നെ മെസ്സേജ് അയച്ചായിരുന്നു ഇൻസ്റ്റയിൽ. ഈ നമ്മൾ പറയുന്ന ആ സ്റ്റൈൽ, ദ വേ വി സ്പോക്ക്, ഇൻക്ലൂഡിങ് നമ്മുടെ ആ സമയത്തുണ്ടായിരുന്ന രാംരാജ് കോട്ടൺ സംതിങ്, അത് ഉൾപ്പെടെ ആ നമ്പർ 3 നമ്പർ ഉൾപ്പെടെ അവൻ എഴുതി വെച്ചിരിക്കുന്നു. ചേട്ടാ ഇതല്ലേ നമ്പർ? ഞാൻ ഞാനേ മറന്നു. അത് കണ്ടപ്പോ എനിക്ക് ഓക്കെ, മെമ്മറിയിൽ നിന്ന് നമുക്ക് ഓർമ്മ വരില്ല. 17070737072 അങ്ങനെ കണ്ടായിരുന്നു. ദാറ്റ് വാസ് ഓൾവേസ്. അത് ഉറക്കത്തിന്റെ അടിപ്പിച്ചാൽ നമുക്ക് നമ്മൾ കാണാൻ പറയാന്നുള്ള സാധനമായിരുന്നു. അത് ഞാൻ മറന്നിരിക്കുകയായിരുന്നു. ഈ പിള്ളേർ അതുവരെ ഓർത്ത് വെച്ചിരിക്കുന്നതാണ് ഞാൻ പറയുന്നത്. അത്രയും സൂപ്പർ ആയിരുന്നു മാൻ. ദാറ്റ് ഇസ് ലൈക്ക് അപ്പോഴാണ് മനസ്സിലാക്കുന്നത് വാവ്. അപ്പൊ ദാറ്റ് വാസ് സംതിങ് കേട്ടോ. കാരണം അത്രയും ആൾക്കാർക്ക് നമ്മൾ അത്രയും ക്ലോസ് ആക്കിയായിരുന്നു അവര് നമ്മുടെ ഷോസ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കും, അത് നല്ല രസമുള്ള ഒരു പരിപാടി. അത് ശരിക്കും ആ ടൈമില് സോഷ്യൽ മീഡിയയുടെ ഒരു ഇൻഫ്ലുവൻസ് ഇത്രയും ഉണ്ടായിരുന്നെങ്കിലല്ലേ അതെ. അത് പറഞ്ഞപ്പോഴാണ് ഇപ്പോഴത്തെ ആങ്കേഴ്സിനെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ഇൻസ്റ്റഗ്രാം ഉണ്ട്. അന്ന് അതൊന്നുമില്ല. അപ്പൊ പലതരത്തിലുള്ള കത്തുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കില്ലേ? കഴിഞ്ഞ ദിവസം ആ ഷോയിലും പറഞ്ഞായിരുന്നു, പാവം പിള്ളേരൊക്കെ ആ സമയത്തല്ലേ മോളെ. അപ്പൊ നമ്മള് ആരായാലും, ഇപ്പൊ നമുക്ക് എന്റെ പ്രായത്തിലായാലും എല്ലാവരുടെ ആയാലും
ആ ഒരു ഏജ് ഗ്രൂപ്പിൽ വരുമ്പോൾ നമുക്ക് പലരോട് ഇൻഫാക്ച്വേഷൻ തോന്നും. അപ്പൊ നമ്മൾ രസകരമായിട്ടുള്ള ആൾക്കാരോട് കൂടുതൽ രസകരമായിട്ടുള്ള ഇൻഫാക്ച്വേഷൻ തോന്നും. അത് പ്രണയമായി തോന്നിക്കാം, ഫ്രണ്ട്ഷിപ്പായി തോന്നിക്കാം. ബേസിക്കലി ദാറ്റ്സ് ഫ്രണ്ട്ഷിപ്പ്, അത്രേ ഉള്ളൂ. അത് നമ്മൾ ഈ കാണുന്ന ടി വിയിൽ വരുന്ന അല്ലെങ്കിൽ ആ ഒരു വലിയൊരു സ്ക്രീനിൽ കാണുന്ന ആൾക്കാരോട് തോന്നുന്ന അന്ധമായ ഒരു വികാരമാണ് ഞാൻ പറയുന്നത്. ആരാധന ഞാൻ പറയുന്നത് അന്ധമായ ഒരു വികാരത്തിന് പല ആ സമയത്തുണ്ടായിരുന്ന പാവം, വളരെ നല്ല പാവം, വളരെ സ്വീറ്റ് ആയിട്ടുള്ള കുട്ടികൾ, പെൺപിള്ളേരും ആൺപിള്ളേരും കേട്ടോ. എന്റെ കാര്യം മാത്രം ഞാൻ എല്ലാവരുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. എല്ലാവർക്കും അതേപോലെയുള്ള കത്തുകൾ കിട്ടുമായിരുന്നു, എല്ലാവർക്കും ഇതേപോലത്തുള്ള റിസപ്ഷൻസ് ഉണ്ടാവരുന്നു, എല്ലാവർക്കും ഇത്തരം സുഹൃത്തുക്കൾ വന്ന് കാണുമായിരുന്നു. പക്ഷെ എനിക്ക് വളരെ രസകരമായിട്ട് ഒരു ദിവസം ഒരു ചുവപ്പ് അക്ഷരത്തിൽ എഴുതിയ ഒരു ലെറ്റർ, ലവ് ലെറ്റർ ആണോ എന്നൊക്കെയാണ് തോന്നുന്നത് മക്കളെ. ഇമെയിൽ അയക്കാൻ പറ്റുന്ന സാഹചര്യത്തിൽ എനിക്ക് ചുവപ്പിൽ ഒരു കാർഡ്, ലെറ്റർ അല്ല ഒരു കാർഡാണെന്ന് തോന്നുന്നു. യെസ്, കാർഡിന്റെ ഉള്ളിൽ ഒരു സ്ഥലത്ത് മാത്രം ചുവപ്പിൽ എഴുതിയിരിക്കുന്ന ഒരു കുട്ടി. അപ്പൊ ഈ പേര് എനിക്ക് സുപരിചിതമാണ്, കാരണം എല്ലാ ആഴ്ചയും എനിക്ക് കത്തയക്കും, എല്ലാ ആഴ്ചയും കത്തയക്കും. അപ്പം വി നോ, സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു പേരാവും നമുക്കറിയാം. ഓക്കെ, ദിസ് ഗേൾ ഫ്രം ദിസ് പ്ലേസ്, ദിസ് ഗേൾ ഫ്രം ദിസ് പ്ലേസ് അറിയാം. അപ്പം ഇങ്ങനെ എന്തോ ഒരു സ്പെഷ്യൽ ഒക്കേഷൻ എന്തോ ആയിരുന്നു ആ സമയത്ത് കാർഡിലായിട്ട് ഇത് അയച്ചിരിക്കുന്നു. ഇത് ഒരു വന്നേടെ എനിക്ക് തോന്നി. ചോക്കെ എന്നുള്ള പരിപാടി ഞങ്ങൾ വിട്ട് പിന്നെ നമ്മുടെ ദിവസങ്ങൾ ഇങ്ങനെ തന്നെ കടന്നു പോയിക്കൊണ്ടിരുന്നു. ഒരു ദിവസം ഞങ്ങൾ ഷോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഷോ കഴിഞ്ഞ മേക്കപ്പ് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നേരത്ത് താഴെ നിന്ന് പ്രൊഡ്യൂസർ ആരാണ്ട് എൻ്റെ അടുത്ത് വിളിച്ചു, പക്ഷേ ഇന്നലെ എവിടെ ആയിരുന്നു? എന്നാ എന്തുപറ്റി? പ്രശ്നമല്ല ഉണ്ടായിരുന്നു. എൻ്റെ കാര്യം പറ, ഇത് ഏതോ ഒരു പെങ്കൊച്ചിൻ്റെ വീട്ടുകാരും ഫാമിലിയൊക്കെ കണ്ട് ഹോസ്പിറ്റൽ കേസുമായിട്ട് ബന്ധപ്പെട്ട് താഴെ വന്നിരിക്കുന്നുണ്ട്. എൻ്റെ ഫാനാണെന്ന് പറയുന്നത്. ഞാൻ വന്ന് ചോദിച്ചത് എനിക്ക് പേഴ്സണലി അറിയാവുന്ന ആരുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ട്? ഞാൻ പറഞ്ഞൊന്നുമില്ല, ഒരു പ്രശ്നമില്ല. നമ്മൾ ആര് ഈ പറഞ്ഞ ആളുടെ പേരെന്താണെന്ന് പറഞ്ഞിട്ട് എന്താണെന്ന് എനിക്ക് അറിയില്ല. വള്ളി എവിടെന്നാ വരുന്നതെന്ന് അറിയത്തില്ലല്ലോ. അതിന് ജനറേഷന്റെ വ്യത്യാസം നിർത്താം. വള്ളിക്കെട്ട് എവിടെ നിന്നാണെന്ന് വന്നുകൊണ്ടിരിക്കും. അപ്പം ഇത് ആരാന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ ചോദിച്ചപ്പോൾ അറിഞ്ഞു വന്നപ്പോഴാണ് പ്രൊഡ്യൂസർ തന്നെ എടാ ഇത് മറ്റേ കൊച്ചാണ്. അപ്പൊ ഞാൻ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഈ കൊച്ചിന് ഇതാണെന്നാണ് തോന്നുന്നത്, എന്താണ് ഇങ്ങനെ അങ്ങനെ. അപ്പൊ നമ്മൾ വളരെ ക്ലിയർ, കാരണം നമ്മൾ മെസ്സേജിലും മെയിലും ഒക്കെ ഭാഷകൾ അല്ലെങ്കിൽ സെന്റൻസും സ്റ്റേറ്റ്മെന്റ് മാറി വരും നമുക്ക് അറിയാൻ പറ്റുമല്ലോ. എന്താ പറയുക, അത് കണ്ടുകൊണ്ട് അത് കണ്ട് എന്ന് പറയട്ടെ, ഞാൻ പിന്നെ കൊതിപ്പിച്ചിട്ട് കളഞ്ഞ ആ പരിപാടിയല്ല, അത് പറ്റത്തില്ല. അപ്പൊ വളരെ ക്ലാരിറ്റിയോട് പറയുന്നുള്ളത് കൊണ്ട് തന്നെ ഭാഗ്യത്തിന് ഈ പുള്ളിയുടെ പേരൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പം അവിടെ കൊടുത്തിരിക്കുന്ന ഒരു പിക്ചർ എന്ന് പറഞ്ഞാൽ ഞാനുമായിട്ട് ഭയങ്കര സൗഹൃദത്തിലാണെന്നും ഞങ്ങൾ കാണാറുണ്ട്, ഇതുവരെ കണ്ടിട്ട് പോലില്ല, എന്നാ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കേട്ടോ, സൗഹൃദത്തിലാണെന്നും ആ ഒരു കാര്യം കൊണ്ട് തന്നെ വീട്ടിൽ വരുന്ന കല്യാണ ആലോചനകൾ മുടക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നും എന്നിട്ട് എന്തോ ഒരു കാര്യത്തിൽ ഞാൻ തിരക്കായി പോയതിന്റെ കാരണം ഞാനുമായിട്ട് പിണങ്ങിയെന്നും അതിന് വേണ്ടിയിട്ട് ആണ് ഈ പുള്ളിക്കാരത്തി മണ്ടത്തരം കാണിച്ചിട്ട് കാർഡ് അയച്ചത്. എന്നിട്ട് അത് നാട്ടുകാരുടെ വീട്ടുകാർ ഭാഗ്യത്തിന്, എന്റെ ഭാഗ്യത്തിന് അവരെ കണ്ടിട്ട് എടുത്തോണ്ട് ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് അതിന്റെ സത്യം അറിയണം. പുള്ളിയുടെ ബ്രദർ പുറത്തെങ്ങാണ്ടായിരുന്നു, ഇത് പറഞ്ഞിട്ട് പുള്ളി വന്നു. വളരെ നന്നായി, കാരണം ഇല്ലെന്ന് എന്തോന്ന് അറിയില്ല വെറുതെ, അല്ലെങ്കിൽ തന്നെ എന്നെ കുറിച്ച് എന്തൊക്കെയാണ് പറയുന്നത് എനിക്കറിയത്തില്ല. അപ്പൊ ക്ലാരിറ്റി വരുത്തണമല്ലോ, കാര്യമായി. ഭാഗ്യത്തിന് ഈ കഥയും ഈ ഒരു ക്യാരക്ടറിനെ എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ടും ഷോ കാണുന്നവർക്കും അറിയാവുന്നത് കൊണ്ടും അൺഫോർച്ചുനേറ്റ്ലി ആ പേരൊക്കെ വായിക്കുന്നത് ഷോ കാണുന്നവർക്കൊന്നും അറിയാവുന്നത് കൊണ്ടും അവർ മനസ്സിലാക്കി. ഞാൻ പറഞ്ഞു ഇതൊക്കെയാണ് കാര്യങ്ങൾ ചേട്ടാ, ഇതാണ് എന്റെ സംഭവം. പുള്ളിക്ക് ഏതാണ്ട് അന്ന് ചേട്ടാന്നൊക്കെ വിളിക്കാനുള്ള പ്രായം തന്നെയാണ്. ഞാൻ പറഞ്ഞു ഇതാണ് സംഭവം, ഞാൻ കണ്ടിട്ട് പോലും ഇല്ല, ഞങ്ങൾക്ക് ഇങ്ങനെ കുറെ സാധനം നിങ്ങൾക്കൊക്കെ. അപ്പൊ പുള്ളി നമ്മളെ മറ്റൊരു തലത്തിൽ നിങ്ങൾക്കൊക്കെ ഇതൊരു കളിയായിരിക്കും. ഞാൻ പറയാം എന്റെ പൊന്നേട്ടാ, കളിക്കാനാണെന്നുണ്ടെങ്കിൽ വേറെ എന്തൊക്കെ ചെയ്യാറുണ്ട്. നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ അങ്ങനെ ഫ്രെയിം വർക്ക് ചെയ്തൊക്കെ ചെയ്യേണ്ട അങ്ങനെയാണ്. ഇത് നമ്മൾ അറിഞ്ഞിട്ടുള്ള കാര്യമല്ല. പുള്ളിയോട് ഞാനും പറഞ്ഞിട്ടുള്ളതാണ്, എന്റെ നമ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങൾ വിളിക്കുമ്പോൾ എന്റെ നമ്പർ സേവ് ആയിട്ടില്ലേ, ഇത് കാണില്ലേ, എന്തെങ്കിലും ഒരു പേര് ഞാൻ സേവ് ആക്കി വെക്കണ്ടേ. അതല്ല, അങ്ങനെയൊക്കെയല്ലേ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ വേറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൊച്ചിനെയൊക്കെ വിളിച്ചെടുത്ത് അതേ ക്യാൻറ്റീനിൽ കൊണ്ടുപോയി ചായ പടയൊക്കെ മേടിച്ചു കൊടുത്ത് ഞാൻ പറഞ്ഞ മക്കളെ പരിപാടിയൊന്നുമില്ല, എപ്പോഴും ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ് നമ്മളെല്ലാവരും. ഭാഗ്യത്തിന് എല്ലാവരും വിളിച്ചോണ്ടാ പോയി, ഒറ്റയ്ക്ക് വരുന്നത്. നമ്മളെല്ലാവരും എപ്പോഴും കാണും. അപ്പൊ കൂടെ ഉണ്ടായിരുന്നു പറഞ്ഞു, അവനില്ലെങ്കിൽ ഞാൻ കൂടെ കാണും. ഞാൻ പറഞ്ഞു ഞാനില്ലെങ്കിൽ ഇവൻ എന്തായാലും കാണുമെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ ഒന്ന് ചെയ്തു. പിന്നെ ഇങ്ങനെ കുറെ നല്ല നല്ല സമ്മാനങ്ങളൊക്കെ കിട്ടാറുണ്ട്. വളരെ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള കുറെ സമ്മാനങ്ങൾ കിട്ടും. കുറെ അമ്മമാരൊക്കെ പണ്ടന്ന് ഈ സ്വിഗ്ഗി സൊമാറ്റോ പോട്ടർ എന്ന് പറഞ്ഞ പരിപാടി ഇല്ലല്ലോ, അതുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഡെയിലി നല്ല നല്ല ഊണൊക്കെ പിടിച്ചേക്കാം. അന്ന് ശരിക്കും നിങ്ങളെല്ലാവരും പുതുമുഖങ്ങളായിരുന്നു. അവരൊക്കെ ആയിട്ടുള്ള കമ്പനി ഇപ്പോഴും ഉണ്ട്. തീർച്ചയായും ഹണി റോസ് ആയിട്ടും തീർച്ചയായും ഓർമ്മിക്കല്ലേ. അതെന്താ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, എന്റെ ഒരു കൂട്ടുകാരൻ
വള്ളിക്കെട്ടുകളുടെ രാജകുമാരൻ എന്ന് പറയുന്ന ശ്രീ രാഹുൽ എന്റെ സഹോദരൻ ഒരു ചാൻസാ ഈ സാഹചര്യത്തിന്റെ സമ്മർദ്ദം ആകസ്മികമായ മരണം എന്ന് പറഞ്ഞ കണ്ടുമുട്ടിയത് ഫാമിലിയാണ് നമ്മൾ. അപ്പൊ ഇവൻ ഇവിടെ നിന്നുകൊണ്ട് എന്തോ പറഞ്ഞു. ഇവൻ അറിയാമല്ലോ വള്ളിക്കെട്ടുകളുടെ രാജകുമാരൻ ഞാൻ പറഞ്ഞത്. അപ്പം ഈ പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ അവൻ പറഞ്ഞത് തെറ്റൊന്നുമല്ല, ഞാൻ നന്നായിട്ട് തന്നെ പറഞ്ഞത്. ഇങ്ങനെ ഒരു സ്ഥലത്ത് ഞാൻ ഹണി റോസിന്റെ ഇങ്ങനെ ഒരു പരാമർശം നാഷ് വരെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ നല്ലൊരു കുട്ടി, നല്ല കുട്ടിയാണെന്ന് പറഞ്ഞത്, കറക്റ്റ് സമയത്ത് ഇങ്ങനെ വരാറുണ്ട്, ഭയങ്കര പ്രൊഫഷണൽ ആണെന്ന് തന്നെ നാഷ് വരെ പറഞ്ഞിട്ടുണ്ട്. പരിപാടി ഇതാണ് അവൻ പറഞ്ഞത്. നാഷ് വരെ പറഞ്ഞിട്ടുണ്ട് ഹണി റോസിനെ കുറിച്ച്. എന്ത് എന്ന് രാഹുലിച്ചോ ഞാനെന്താ പറഞ്ഞു, എടാ ഞാനിങ്ങനെ നീ എങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു കൃത്യമായിട്ട് എന്താ പറഞ്ഞു, നീ നോക്കടാന്ന് പറഞ്ഞു. അപ്പൊ അതിന് കാണിച്ചത് ഇതിനകത്ത് കുഴപ്പമൊന്നുമില്ല. അതെ, ഇതാണ് പരിപാടി. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അവന്മാർ അങ്ങനെ കയറി പിടിക്കും. ഇപ്പൊ നിന്റെയിലാണ് പിടിച്ചിരിക്കുന്നത്, നിനക്ക് ഇപ്പൊ സാധനം വരും, അത് ഒന്നും പറഞ്ഞുകൊണ്ട് പിറ്റേ നീ പറഞ്ഞ പോലെ മില്യൺ ഗോൾ അടിച്ച പോലെ പരിപാടി എടുത്ത് ഞാൻ പറഞ്ഞു ഞാനെന്ത് പറഞ്ഞു. പാവപ്പെട്ട ഹണി റോസിന് മമ്മി വിളിക്കുന്നു, ആ കൊച്ചി വിളിക്കുന്നു. ഞാൻ പറഞ്ഞു മോളെ ഇങ്ങനൊന്നും അല്ല. ഞാൻ പറഞ്ഞു എനിക്കറിയാം ഇത് ഇങ്ങനൊന്നും അല്ലാന്ന്. ചേട്ടന് നിന്നു ഞാൻ പറഞ്ഞു ഞാനൊന്നും പറഞ്ഞില്ല, ഇത് ഞാൻ ആരോട് പറയാനാണ്. അപ്പം പുള്ളിയുടെ മമ്മി എൻ്റെ അടുത്ത് പറഞ്ഞു രാഹുലിനോട് പറയണം ഒരു സഹോദരിയെ പോലെ. ഞാൻ പറഞ്ഞു ഞാനതൊക്കെ പറയാം, ഇപ്പൊ തൽക്കാലം ഞാൻ സഹോദരിയെ പോലെയാണ് കാണുന്നുള്ള കാര്യം ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ വിളിച്ചത്. അവന്റെ കാര്യം ഞാനൊന്ന് പറയാം എന്ന് പറഞ്ഞു. അത് അങ്ങനെ പോയി. അല്ലാതെ വേറെ എന്ത് ചെയ്യാനാ, എന്തൊക്കെയായി വളച്ചൊടിക്കണേന്റെ ലൈവിന്റെയും അല്ലാത്തതിന്റെ ഇതൊക്കെ എങ്ങനെയാണ് ടാക്കിൾ ചെയ്യുന്നത്? ഒന്നെങ്കിൽ നമ്മൾ വി ഷുഡ് ബി അത്രയും വലിയ ആരെങ്കിലും ഇതൊക്കെ ഇത് 4, 3, 7 പല്ലുള്ളവരെടുത്ത 2 കടം ചോദിക്കണ പോലെയാണ് കാര്യം ചോദിക്കുന്നത്. അങ്ങനെയൊക്കെയാണ് ഈ ആവശ്യത്തെ കോൺട്രവേഴ്സിയിൽ എന്റെ പേര്. അല്ലാതെ ഒരു ബന്ധമില്ലേ. അല്ല ഇപ്പോഴും കോണ്ടാക്ട് ഒക്കെ ഉണ്ട്. കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ ഹായ് ബൈ കാര്യങ്ങളൊക്കെ ഇവന്റ്സ് അങ്ങനെയൊക്കെ ഉണ്ട്.